ഫോട്ടോഗ്രാഫറും ചിത്രകാരനും ചരിത്ര കുതുകിയുമായ ജയൻ ദേവപ്രിയ ക്യാമറ കണ്ണുകളിലൂടെ കണ്ടെത്തിയ ഹിമാലയത്തെ അവതരിപ്പിക്കുന്ന പുസ്തകം പ്രകാശനത്തിന് തയ്യാറായി. ഹിമാലയ യാത്രയിൽ ജയൻ കണ്ട കാഴ്ചകൾ, അറിഞ്ഞ ചരിത്ര വസ്തുതകൾ, വിസ്മയിപ്പിച്ച ഐതിഹ്യങ്ങൾ, അനുഭവങ്ങൾ നൽകിയ കാഴ്ചപ്പാടുകൾ എന്നിവയെല്ലാം ഈ സചിത്ര പുസ്തകത്തിലൂടെ വായിച്ചറിയാനാകും. ഹിമാലയത്തിലേക്ക് നടത്തിയ യാത്രയുടെ അനുഭവങ്ങളെ വ്യത്യസ്തമായി പകർത്തിയിരിക്കുകയാണ് ഫോട്ടോഗ്രാഫറും ചിത്രകാരനുമായ കായംകുളം ചേരാവള്ളി ദേവപ്രിയയിൽ ജയൻ. തീർത്ഥാടനം, ആത്മീയയാത്ര എന്നിവ സ്ഥിരമായി നടത്താറുള്ള ജയൻ 2017 നടത്തിയ ഒരു മാസം നീണ്ടുനിന്ന ഹിമാലയൻ യാത്രയുടെ സചിത്ര വിവരണം ഉൾക്കൊള്ളിച്ച ക്യാമറ കണ്ണിലൂടെ ഹിമാലയം എന്ന പുസ്തകം പ്രകാശനത്തിനായി തയ്യാറാക്കി കഴിഞ്ഞു. ഐതിഹ്യം, ചരിത്രം, ആത്മകഥം എന്നിങ്ങനെ 3 ഘടകങ്ങളിലാണ് യാത്രാ അനുഭവങ്ങൾ ജയൻ പുസ്തകത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. 180 അംഗ സംഘമാണ് അന്ന് യാത്ര നടത്തിയതെന്ന് ജയൻ പറയുന്നു. എഴുത്തുകാരനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പി ചിത്രൻ നമ്പൂതിരിയുടെ 44-ാം വർഷത്തെ ഹിമാലയൻ യാത്ര ചിത്രീകരിക്കാനായാണ് പ്രധാനമായും ജയൻ യാത്രയിൽ പങ്കാളിയായത്. 27 ദിവസത്തെ യാത്രയുടെ വീഡിയോ പകർത്തിയതിനു പുറമെ 500ഓളം നിശ്ചല ചിത്രങ്ങളും ജയൻ ഒപ്പിയെടുത്തിരുന്നു. ഇതിൽ നിന്നും തെരഞ്ഞെടുത്ത 150ഓളം ചിത്രങ്ങളാണ് പുസ്തകത്തിലെ യാത്രാ അനുഭവ വിവരണത്തിനൊപ്പം ചേർത്തിരിക്കുന്നത്. യാത്രയിൽ താൻ കണ്ട കാഴ്ചകളും അറിഞ്ഞ ചരിത്രവും കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയ അനുഭവങ്ങളും കോർത്തിണക്കിയാണ് തന്റെ ആദ്യ കൃതിയായ ക്യാമറ കണ്ണിലൂടെ ഞാനറിഞ്ഞ ഹിമാലയം എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നതെന്ന് ജയൻ പറയുന്നു. യാത്രയുടെ ഓരോ ദിവസവും കുറിപ്പുകൾ തയ്യാറാക്കിയിരുന്നു. 2020 മുതൽ 2022 വരെ ഈ കുറിപ്പുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. തുടർന്ന് അവ ലേഖന രൂപത്തിലാക്കി സമാഹാരം എന്ന രീതിയിലേക്ക് തയ്യാറാക്കിയെടുത്തത് 3 വർഷം കൊണ്ടാണ്. അത് ഞാൻ ഇവിടുന്ന് ഒരു ഡയറി കൊണ്ടുപോയായിരുന്നു. ഉറങ്ങാൻ നേരം ആ കട്ടിലയിൽ ഇരിക്കുന്ന സമയത്ത് ഡയറി എടുത്ത് ഇന്ന് രാവിലെ എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം അതേപടി ഈ ഇരിക്കുന്ന നിമിഷം വരെയുള്ള കാര്യങ്ങൾ അത് മുടങ്ങാതെ 29 ദിവസം എഴുതിയതിൻ്റെ ഫലമാണ് ഈ 1.5 വർഷം എനിക്ക് FBയിൽ ഇത് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. നമ്മൾ ഒരു ഡേയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആ ഡേയിൽ നമ്മൾ ഫോട്ടോഗ്രാഫ് എടുത്തതിന് ശേഷമാണല്ലോ നമ്മൾ എഴുതാനിരിക്കുന്നത്. അപ്പം എഴുതാനിരിക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ ചെല്ലുന്നു, നമുക്കറിയാത്ത ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു. ഗൈഡ് നമുക്ക് വേണ്ടുന്നത് ഇന്ന സ്ഥലമാണെന്ന് പറയുന്നു. അദ്ദേഹം തന്നെ അവിടുത്തെ ചരിത്രം നമ്മളെ സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഐതിഹ്യം സൂചിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മൾ കോർത്തിണക്കി അന്ന് വൈകിട്ട് തന്നെ ഇത് ഞാൻ എൻ്റെ ഡയറിയിലേക്ക് ഇതെല്ലാം കുറിക്കും. അങ്ങനെ ഒരു പുസ്തക രൂപത്തിലാക്കിയത് ഏതാണ്ട് ഒരു 1.5 വർഷത്തിന് മുകളിൽ ഏതാണ്ട് 2 വർഷത്തോളം എടുത്തു ഇത് പുസ്തക രൂപത്തിലാക്കാൻ. അത് പുസ്തക രൂപത്തിലാക്കി അതിനുശേഷം അതിൻ്റെ ഫോട്ടോസ് എല്ലാം നമുക്കിത് കൃത്യമായ സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്യണമായിരുന്നു. അതിനും നല്ല സമയമെടുത്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 വർഷത്തെ ടോട്ടലി പ്രയത്നത്തിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ്. പുസ്തകത്തിന്റെ പ്രകാശനം 24-ന് ചേരാവള്ളി ദേവപ്രിയയിൽ നടക്കും. ബദരിനാഥ് ക്ഷേത്രം മുൻ റാവൽജി 1008 ശ്രീ H. ഈശ്വരപ്രസാദ് നമ്പൂതിരിയാണ് പ്രകാശനം നിർവഹിക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.